ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു മീൻകറി ആട്ടം ഉണ്ടാക്കാൻ പോകണേ. ചാള വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ചാളയാണല്ലോ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു മീൻ. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി കറിയാണേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് നല്ല രസമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഇഞ്ചി, കുഞ്ഞുള്ളി, കുറച്ച് വേപ്പില, ഇതൊക്കെ നമ്മൾ ചതച്ചിടും. പിന്നെ തക്കാളി രണ്ടെണ്ണം, അതുപോലെ തന്നെ സബോള ഒരു രണ്ടെണ്ണം കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, സാദാ മുളക് പൊടിയും കാശ്മീരി മുളകും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ കുടംപുളി. അതിപ്പോൾ ഏത് പുളിയാലും കുഴപ്പമില്ല, കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ എന്തായാലും മതി. ആദ്യം തന്നെ നമ്മൾ എണ്ണയിലേക്ക് സബോളയും തക്കാളി ഇട്ട് നല്ലോണം വഴറ്റാം. വേറെ ഒരു മസാലയിൽ ചേർക്കരുത്. നമ്മൾ സബോളയും തക്കാളി ഇട്ട് നല്ലോണം വഴറ്റി നല്ലൊരു കുഴമ്പ് പരിവായിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോഴത്തെ നമ്മൾ അതിട്ടിട്ടുണ്ട്, നല്ലോണം വഴറ്റുക. നമുക്കിപ്പോൾ നല്ല കുഴമ്പ് പരിവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെടുത്ത് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പിടുക, കുറച്ച് വേപ്പില ഇടാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നതുണ്ടല്ലോ, ആദ്യം കാണിച്ചു തരുന്ന വേപ്പില, ഇഞ്ചി ചതച്ചത്, ഉള്ളി ചതച്ചത്, അതൊക്കെ ഇടുക. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 പച്ചമുളക് വെട്ടിയിടുക. നമ്മൾ ഗ്രേവി തയ്യാറാക്കാനുള്ള പരിപാടിയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ആദ്യം മല്ലിപ്പൊടി നമ്മൾ മാറ്റി വെച്ച് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു. സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാശ്മീരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ അത് തിരുമ്പോൾ നല്ല പോലെ ഇങ്ങനെ എന്താ പറയുക, ഞെരണ്ടണം കേട്ടോ. നല്ല പോലെ അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ അതിങ്ങനെ ഞെരടി വയ്ക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് പറഞ്ഞ സബോളയും തക്കാളിയും വഴറ്റിയതുണ്ടല്ലോ, അത് നമ്മൾ മിക്സിയിൽ ചൂടാറുമ്പോൾ അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അത് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്യണം. നല്ലോണം അത് കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷം വെള്ളം ആഡ് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള, നമുക്ക് എന്തോരം കറിക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചേർന്ന കുടപ്പുളിയാണ് ഇട്ടേ. വാളംപുളി വേണമെങ്കിൽ വാളംപുളി ഇടാം, നമ്മുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ കൈ കൊണ്ടാട്ടാ മിക്സ് ചെയ്യണേ. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയേക്കണം. നമുക്ക് വൃത്തിക്ക് വേണമെങ്കിൽ വൃത്തി അല്ലെങ്കിൽ ഒരു സേഫ്റ്റി എന്നൊക്കെ നോക്കണ രീതിയിൽ സ്പൂൺ കൊണ്ട് ഇളക്കാം. നമ്മളിവിടെ കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതേ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ചട്ടിയിൽ വെച്ചു കേട്ടോ. ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചു, സിമ്മിലിട്ടിട്ടാണ് വെക്കണേ. എന്നിട്ടത് നല്ല പോലെ തിള വന്നതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വറ്റിക്കും കേട്ടോ. വറ്റുകയെന്ന് പറഞ്ഞാൽ മേലയിലിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമാവണൊരു പരുവം വരുമല്ലോ. ആ സമയം വരെ നല്ലോണം തിളപ്പിക്കുക. ഓൾറെഡി ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇപ്പോഴേ, എന്നാലും കുറച്ചും കൂടി തിക്കാവും അത്. അത് കണ്ടോ, അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. നമ്മൾ കാച്ചി ഒഴിക്കും ഇവിടെ ഈ ഭാഗത്തൊക്കെ, തൃശ്ശൂർ ഭാഗത്തൊക്കെ മീൻകറി ഉള്ളി കാച്ചി ഒഴിക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ വെച്ച് നമ്മൾ ഉള്ളി ഇട്ടിട്ട്, ഉള്ളി പിന്നെ കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ട് നല്ലോണം ചൂടായ ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമ്മളത് മീൻകറിയിലേക്ക് തട്ടി ഒഴിക്കും. അങ്ങനെയാണ് ഇവിടെയൊക്കെ കാച്ചി ഒഴിക്കും. ഇവിടെ കടുക് പൊട്ടിക്കലൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ താളിച്ച് ഒഴിക്കലാണ്. വെളിച്ചെണ്ണ ചൂടാക്കി ഉള്ളിയും വേപ്പിലയും താളിച്ച് ചേർക്കുകയാണ് ചെയ്യുക. അതെ, നമ്മളിപ്പോൾ അതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, നമ്മുടെ ഇഷ്ടമാണ് അത് ഇടണോ വേണ്ട എന്നുള്ളതൊക്കെ. അതിലേക്കിട്ട് ഒഴിച്ചു കേട്ടോ, മീൻകറിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഭയങ്കര തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഭയങ്കര ടേസ്റ്റായിട്ടത്, വെള്ളം പോലെ ഇരിക്കൊന്നുമില്ല, നല്ല തിക്കാണത്. ഭയങ്കര രസമാണത് കഴിക്കാനായിട്ട്, അടിപൊളി ഒരു ടേസ്റ്റാണത്.
അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ.